കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. തിരുനടയിൽ പൊന്നിൻ മുകിൽ തരും ഇളം നിറം വാരിച്ചൂടി, മഞ്ഞിൻ തുകിൽ പടം ഇടും സുമതടങ്ങൾ പൂകി. മരന്ത കണങ്ങൾ ഒഴുക്കി മനസ്സിൽ കുറിച്ചു തരുന്നു നിൻ സംഗീതം, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. കനിനിരകൾ തേനിതളണികൾ, തേൻ കനിനിരകൾ തേനിതളണികൾ, തെന്നൽ നറും നറും മലർ മണം എങ്ങും വീശി, കാതിൽ കളം കളം കുളിർ മൃദുസ്വരങ്ങൾ മൂളി, അനന്തപഥങ്ങൾ കടന്നു വണഞ്ഞു പറഞ്ഞു തരുന്ന നിൻ കിന്നാരം, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ആകാശം താഴുന്നു, നീ ആരം തൂവുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. അബി, എന്തോ ഇതേത് രാഗമാണ്? കാപ്പി രാഗ ബേസ് ആണെന്ന് തോന്നുന്നു. കാപ്പിയോ? ആ ഓക്കെ. ഇതില് വേറെ പാട്ടുകള്? ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്, എത്രയോ ജന്മമായി, മധുരം ജീവാമൃത ബിന്ദു. ഷാനിക്ക, ചെക്കൻ വന്ന് വന്ന് ലാലേട്ടന്റെ പാട്ടുകൾ മാത്രം ചൂസ് ചെയ്യുന്നു. അതെ അതെ, അതായിരുന്നു എന്നെ മനസ്സിലുണ്ടാവും. പക്ഷെ എനിക്കിപ്പോ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാപ്പിയുടെ ഒരു ഇതുണ്ട്. കാപ്പിയാ കാപ്പി അതെ, ഇത് പറഞ്ഞ ശരി. ഇപ്പം ലാലേട്ടൻ സ്പെഷ്യൽ ആയി മാറിയിട്ടുണ്ട്. അതെ, അത് ഒരു തവണ ഞങ്ങളങ്ങനെ പറഞ്ഞു വേണ്ടാട്ടാ. എപ്പോഴും ആ അരി ഈ അടുപ്പത്ത് വേവോന്ന് ചോദിച്ചു. പക്ഷെ അവൻ ഇത് ചെയ്തില്ല കേട്ടോ, അത് ചെയ്തില്ല. പക്ഷെ ഒരു ചെറിയ ചരിവൊക്കെ വന്നോന്നൊരു സംശയം. മൊത്തത്തിലൊരു ചരിവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചരിവ് വന്നാലും കുഴപ്പമില്ല, പാട്ടൊന്നും ചളുങ്ങാതിരുന്നാ മതി. Such intelligent wow words. എങ്ങനെയുണ്ടായിരുന്നു? Very nice. ഓക്കെ, ചോദിക്കാം. ശരത് സർ. മക്കളെ, എന്തോ സാർ? എനിക്കൊരൊറ്റ ചോദ്യമേ നിന്നോടുള്ളൂ. എന്തോ സാർ? ഞാൻ പച്ചയായി ചോദിച്ചോട്ടെ, നിന്റെ ഉടുപ്പ് പോലെ.
ആ സർ. നീ എന്തിനടേ ചിരിക്കാത്തത്? ആ, സത്യം. അബി He become very serious here. Why? Do you have any problem in your life? പാട്ട് കുറച്ച് ശ്രദ്ധിച്ചു പാടിയത്. എടേ അത് പറയുമ്പോ അതിന്റെ വികാരം മറന്നു പോകടാ ചെറുക്ക. കാര്യം അത് മോനെ ഒരു പൊട്ടിച്ചിരിക്കേണ്ട, ഒരു ചെറിയ തോതിലൊരു സ്മൈൽ ഉണ്ടെങ്കിൽ അത് കുറേയും കൂടെ ബ്യൂട്ടി നമ്മൾ ഇങ്ങോട്ട് എത്തുന്നവർക്ക് എത്തും. ഇല്ലേ രമ്യക്കൊന്നും പിടിക്കത്തില്ല. എനിക്ക് രമ്യ കുറച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്, രമ്യക്ക് ഇങ്ങനെ പാടിയ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഒന്ന് എത്തിച്ചാലോ നമുക്ക്? രമ്യയിലേക്ക് അല്ല ഒരു ഫീല്. രമ്യ ഹാപ്പി ആയി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി അല്ലേ? പിന്നല്ല അങ്ങനെ പറയാം. എല്ലാം എന്റെ നെഞ്ചത്തേക്ക്. ഓക്കെ ഫൈൻ. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂവുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു, പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. എത്തിയോ മക്കളെ? എന്തോ ആ, സർ. അതൊന്ന് സന്തോഷമായിട്ട് പാടിക്ക നീ. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി. ചിരിച്ച് പാടുമ്പോ അതിനൊരു സുഖ കുഞ്ഞെ. അത് എത്ര പറഞ്ഞാലും നീ മനസ്സിലാക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എനിക്കിപ്പോ അവിടെ വന്ന് നിന്റെ പുറകെ നിന്ന് കിക്കിളിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ പറ്റുമോ നീ പാടുമ്പോ? അങ്ങനെ ഞെളിവിരി കൊണ്ടാലും പാടാൻ പറ്റത്തില്ല. അത് പ്രാക്ടിക്കൽ അല്ല മോൻ. ആ സന്തോഷം ഉള്ളിലേക്ക് എടുത്ത് പാടുക, അല്ലാണ്ട് വേറെ ഒരു നിർവാഹവും ഇല്ല കേട്ടോ. അത് പ്രത്യേകിച്ച് എൻ്റെ ഗുരുനാഥൻ്റെ മകനാണ്. ആരാണ്? എൻ്റെ സംഗീത സംവിധായകൻ രാജാമണി സർ. ആ, രാജാമണി ചേട്ടൻ എൻ്റെ ഗുരുനാഥൻ BA ചിദംബരം മാഷിൻ്റെ മകനാണ്. അപ്പം അത് എനിക്ക് അങ്ങനെയൊക്കെ കണക്റ്റ് ഉണ്ട് ഈ പാട്ടുമായിട്ടൊക്കെ. നന്നായിട്ട് തന്നെ പാടിയത് കുഞ്ഞ്, നന്നായിട്ടുണ്ട്. പക്ഷെ അത് കുറേ നമ്മുടെ ഇവിടെ എത്തണ്ടേ അത്. അപ്പം പിന്നെ ചിരിച്ച് പാടണടാ. നമുക്ക് ഈ കാപ്പി രാഗത്തിൽ എന്ത് കുറേ സ്കോപ്പുണ്ട്, വേറെ കുറേ കളേഴ്സ് ഉണ്ടല്ലോ അല്ലേ. ഇത് ബേസിക് ഇതാണ് സംഭവം അല്ലേ. അനൂഫ് അപ്പൊ കാപ്പിക്ക് സ്കോപ്പുണ്ട്. ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത്രയും കളറുണ്ട്. പക്ഷെ അതിന്റെ ബേസിക് അത് എത്തിയെടുത്ത് വെച്ചിട്ട് ചെയ്തേക്കാണ് മണിയേട്ടൻ. അതിൻ്റെ ഒരു സുഖമുള്ള ആ കമ്പോസറിന് തോന്നിയ വികാരം അതിൽ നിന്ന് എടുത്ത് വെച്ച് ചെയ്തേക്കാം. പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമി പറയുന്നോണം എല്ലാം സിനിമാ രാഗങ്ങളാണ്. നമുക്കത് അതിനകത്ത് കയറി കടിച്ച് തൂങ്ങേണ്ട കാര്യമല്ല. ഇപ്പം ഞാനൊരു പാട്ട് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ. അപ്പം അത് മനസ്സിൽ വിചാരിച്ചാൽ മതി. എനിക്ക് വിഷമമുണ്ട് മണിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ. അദ്ദേഹം പെട്ടെന്ന് പോയതും ആ മണിച്ചേട്ടൻ പോകുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് എന്നെ ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ അദ്ദേഹം പിടിച്ച് സംസാരിച്ചു. പല ജീവിതത്തിൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന പല സംഗതികളും അദ്ദേഹം പറഞ്ഞു. എനിക്കിപ്പോഴും എൻ്റെ നെഞ്ചത്ത് കിടപ്പുണ്ട്. അതൊരു വിങ്ങലായി കിടപ്പുണ്ട്. എൻ്റെ മാഷും ചിദംബരം മാഷും ഇല്ല, രാജാമണിച്ചേട്ടനില്ല, എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ M. ബാലമുരളികൃഷ്ണൻ അദ്ദേഹവും ഇല്ല, ആരുമില്ല. അപ്പോൾ അത് ഒരു മൊത്തത്തിൽ അതൊക്കെ എനിക്ക് ഓടി മോനെ ഈ പാട്ട് പാടുമ്പോൾ. സത്യം പറഞ്ഞാൽ അതാണ് ഒരു വിഷമമുണ്ട് മണിച്ചേട്ടനെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ. അതിന് പല റീസണുണ്ട്, എനിക്കത് പറയാനും പറ്റത്തില്ല. പക്ഷെ എന്തെങ്കിലും മക്കൾ ചിരിയില്ലാതെ നന്നായിട്ട് പാടിയത് കേട്ടോ. അപ്പോൾ ഇനി ചിരി ഞാനിതൊക്കെ ഒരു 1/2 മാർക്ക് നിനക്ക് കുറയ്ക്കും ഉറപ്പായിട്ട് കേട്ടോ. അത് കാര്യം എത്ര പറഞ്ഞിട്ട് നീ കേൾക്കുന്നില്ല. പിന്നെ ശരിയാവോ ഇത്രയൊക്കെ പറഞ്ഞിട്ട്? ഓ ശരിയാ. ഉറപ്പാണോ? സത്യമാണോ? സത്യം. താങ്ക് യു. താങ്ക് യു സാർ. ഷാനെ രമ്യ അടുത്ത് പറയാൻ പറ. ഞാൻ വിളിക്കണ്ടേ? അയ്യോ സോറിടാ. He forgot you. അല്ലല്ല അതല്ല, ഞാൻ ശ്യാം സാറിനെ കണ്ടുകണ്ടേ നിന്റെ ജോലി കുറഞ്ഞല്ലോ എന്ന് വിചാരിച്ച. സോറിടാ, ക്ഷമിക്ക്. അത് ആ റൗണ്ടില് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പറയും ആര് പറയണമെന്ന്. God. മനസ്സിലായോ രമ്യ ചേച്ചി? ഓക്കെ
അല്ല എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആ ഒരു എല്ലാ പാട്ടും പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് പല മാനദണ്ഡങ്ങളാണ് അതിനകത്ത്. അപ്പോൾ ഈ പാട്ടിന്റെ ഏറ്റവും വലിയൊരു ഇമോഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഹാപ്പിനെസ് ആണ്. ഈ പാട്ട് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ ആണ്. ചേച്ചി രണ്ടുപേര് പാടുന്നു. ആ രമ്യ പാടുന്ന കേട്ട് ആ നോക്കും. അബി കണ്ടു പഠിച്ചോ എങ്ങനെ ചിരിച്ചു പാടണം എന്ന്. വല്ലാത്തൊരു ടാസ്ക് ആയി പോയി മക്കളെ. ഇതെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പെർഫോമൻസ് ആണ് മനസ്സിലാക്കുന്നത്. ചേച്ചി ചിരിച്ചങ്ങ് പാട്. കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂവുന്നു. കണ്ടോ രമ്യ പാടി. എനിക്ക് പക്ഷേ ഇത്രയും ചിരി പോരാ. അവളുടെ സത്യം കൂടെ പറഞ്ഞേക്കാം. ആ രമ്യ ഒത്തിരി സീരിയസ് ആയി. ചില ഏരിയ വരുമ്പോൾ ട്യൂണിൻ്റെ കാര്യം ഒക്കെ ആലോചിച്ചിട്ട് രാജാമണിച്ചേട്ടനെയൊക്കെ ആലോചിച്ചിട്ട് അതായത് പാടുമ്പോൾ എന്ത് രസമുണ്ട്. അതെ ഷാനെ പ്ലീസ്. അയ്യോ രമ്യ ചേച്ചി ഞാൻ പറഞ്ഞു, ഞാൻ പാട്ടിലൂടെ പറഞ്ഞു. ആഹാ. ഇത്രേ ഉള്ളൂ. സ്മൈൽ. പാട്ടിലൂടെ പറഞ്ഞു. പാട്ടിലൂടെ പറഞ്ഞു. പറഞ്ഞു. Wow. Wow. So poetic. Wow, Yeah. wow. I am. വെരി Okay. ബാഡ്. ഷാനിക്ക അഭിനവ്, എന്തോ സാർ. രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ സെയിം അഭിപ്രായമാണ് എനിക്കുള്ളത്. ചിരിച്ച് പാടേണ്ട ഒരു പാട്ടാണ്. കാരണം അത്രയും പ്ലസന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, രാജാമണി സാറിൻ്റെ ഒരു അമേസിങ് കോമ്പോസിഷൻ. ഇപ്പോഴും കേൾക്കുമ്പോൾ ഭയങ്കര ഫ്രഷാണ്. രാജാമണി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജാമണി സാറിൻ്റെ പാട്ടുകൾ യെസ്, ബട്ട് സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചില പടങ്ങൾക്കൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ട് കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ മരണമാസാണ് രാജാമണി സാർ എന്ന് പറയുന്നത്. ഇത്രയോടെ ഉള്ളൂ. ആരാ എഴുതിയത്? പൂവച്ചൽ ഖാദർ സാർ. ഓക്കെ. പാടിയത് യേശുവ സാർ. ആ ഒരു പ്ലസന്റ്നെസ് മാത്രം മിസ്സായി. ടെക്നിക്കലി ഓക്കെ, ബാക്കിയുള്ള പിന്നെ കതിരൊളികൾ പടരുന്ന അതൊക്കെയാണല്ലോ ഇതിൻ്റെ മെയിൻ പ്ലാൻസിൻ്റെ ഏരിയാസ് ഒക്കെ, അതൊക്കെ നന്നായിട്ട് തന്നെ പാടി. പക്ഷെ ടെക്നിക്കലി ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് റിയലി ഗുഡ്. പക്ഷേ ആ ഒരു ഫീൽ, അതായത് ചിരിച്ച് പാടുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വന്നില്ല. അതെന്താ, പാട്ടിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ? രണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. മാത്രമേ വരുന്നുള്ളൂ. ശ്രമിക്കുന്നുണ്ട്. ടെക്നിക്കലി മാത്രമാണ് നീ മുന്നോട്ട് വരുന്നത്. പാട്ടിന്റെ ഫീൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലടാ. അത് എത്ര ടെക്നിക്കലി പിന്നെ 10 10 മേടിച്ചിട്ടും കാര്യമില്ലല്ലോ. പാട്ടിന്റെ ഫീൽ വരണ്ടേ. അത് ഇനി നെക്സ്റ്റ് ടൈം അത് ശ്രമിക്കാം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, ഫിനിഷ് ഇറ്റ്. ഇത്രേ ഉള്ളൂ. ചിരിച്ച് പാടേണ്ട പാട്ട് ചിരിച്ച് തന്നെ പാടണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ഓക്കെ ശരത് സാർ, മാർക്ക്. മക്കളെ അഭിച്ചക്കരെ, എന്തോ സാർ. ഒരു അരമാർക്കും കൂടെ കൂടുതൽ കിട്ടേണ്ടതാ നിനക്ക്. 8.5 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക മോനെ ഒരു 9ന്റെ മേലെ കിട്ടേണ്ട വകുപ്പുണ്ട് ഈ പാട്ടിന്. 8.5. താങ്ക് യു സാർ. സോ ടോട്ടൽ 17. ആ